നമസ്കാരം എ സ്ക്വയർ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. ഞാൻ കൈകാര്യം ചെയ്യുന്നത് ജോഗ്രഫിയാണ്. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. 10ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും 10 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് 2 ടെസ്റ്റുകളായിട്ട് പഠിക്കാനുള്ളത്. അതിൽ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ വരുന്നത് രണ്ടാമത്തെ പാർട്ടിലാണ്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീസൺസ് ആൻഡ് ടൈമാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. സീസൺസ് ആൻഡ് ടൈം അല്ലെങ്കിൽ ഋതുക്കളും സമയവും എന്നും കൂടെ മലയാളത്തിൽ പറയും. അപ്പോൾ സീസൺസ് ആൻഡ് ടൈം എന്താണ് സീസൺ എന്ന് നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വേനൽക്കാലം, ശൈത്യകാലം, ഹേമന്തകാലം, വസന്തകാലം, ഇങ്ങനെ വ്യത്യസ്ത സീസണുകൾ, വ്യത്യസ്ത ഋതുക്കൾ നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുന്നുണ്ട്. സമ്മർ സീസൺ, വിൻ്റർ സീസൺ, ഓട്ടം ആൻഡ് സ്പ്രിംഗ് സീസൺസ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ സീസൺസ് കൂടാതെ സമയത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് സമയം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് രേഖാംശ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡ്സ് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ പല സമയങ്ങൾ അനുഭവപ്പെടുന്നത്, വേരിയസ് ടൈംസ് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സമയം കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. കണ്ടിന്യൂഷനായിട്ട് വരുന്ന ചാപ്റ്ററുകളെല്ലാം വളരെ വലിയ ചാപ്റ്ററുകളാണ്. അപ്പോൾ അതേ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയും, സീസൺസ്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചാപ്റ്ററിലെ രണ്ടാമത്തെ പേജ് തൊട്ട് ആദ്യം നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് സീസൺസ്. നിങ്ങൾക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാവുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് വേരിയസ് സീസൺസ്. അപ്പോൾ പ്രധാനമായിട്ടും ഭൂമിയിൽ വേരിയസ് സീസൺസ് ഉണ്ടാവാൻ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ, അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ആദ്യത്തെ 2 ഘടകങ്ങൾ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന 2 ഘടകങ്ങളാണ് നിങ്ങൾ പുതുതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘടകം റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ഭ്രമണം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമി എന്ത് ചെയ്യുന്നു, പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. സീസൺസ്, വ്യത്യസ്ത ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് ഉണ്ടാവാൻ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഇൻ ഇറ്റ്സ് ആക്സിസ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു. നമുക്കറിയാം, ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യാൻ 365 ദിവസം എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ 1 ഇയർ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഫാക്ടർ അതാണ്. അപ്പോൾ സീസൺസ് ഉണ്ടാവാൻ അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ. മൂന്നാമത്തെ ഫാക്ടർ പുതിയൊരു ഫാക്ടറാണ്, നിങ്ങൾ ഇതിനു മുമ്പ് കേൾക്കാത്ത ഒരു ഘടകമാണ്. Third factor which is affecting the seasons of the earth is called parallelism of the earth axis, അല്ലെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്നാണ് അതിനെ മലയാളത്തിൽ പറയാം. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്. സോ പാരലലിസം എന്താണെന്ന് നോക്കാം. നമുക്ക് പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിൾ അല്ല, ഇറ്റ്സ് ജിയോയിഡ് അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്നൊക്കെയാണ് എർത്തിന്റെ ഷേപ്പിന് വിളിക്കുക. പക്ഷേ എർത്ത് നോക്കുക, എർത്ത് ഇങ്ങനെ നേരെയല്ല നിൽക്കുക. എർത്തിന് അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 23.5 ഡിഗ്രി ചരിവുണ്ട്. So Earth has an inclination of 23.5 degree from its vertical plane and has an inclination of 66.5 degree from its orbital plane. ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നതിനനുസരിച്ച് ഭൂമിക്ക് ഒരു 66 ഡിഗ്രി ചരിവുണ്ട്. എന്നാൽ ഭൂമി സ്ഥിരമായി നിൽക്കുമ്പോൾ ഭൂമിയുടെ സ്ഥിതത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിവുണ്ട്. അതിന് ലംബമായി ഭൂമിക്കുള്ള ചരിവെന്ന് വിളിക്കും. ഈ 2 ചരിവിനെയാണ് നമ്മൾ പാരലലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. Earth has an inclination of 23.5 degree from its vertical plane and 66.5 degree inclination from its orbital plane. ഭൂമിക്ക് ലംബമായി 23.5 ഡിഗ്രി ചരിവും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 66 ഡിഗ്രി ചരിവും അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് വിളിക്കുന്നത്. So third factor influencing the formation of seasons is parallelism of the earth axis. Parallelism ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ അച്ചുതണ്ടിനുള്ള 2 ചരിവിനെയാണ് നമ്മൾ പാരലലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ 23.5 ഡിഗ്രി. അപ്പോൾ ഓർത്ത് കാണാൻ തിരിഞ്ഞു വരുന്നത്, അതായത് ഭൂമിക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 23 ഡിഗ്രി ചരിവും ഓർബിറ്റൽ പ്ലെയിനിൽ 66 ഡിഗ്രി ചരിവുമാണ്. അതായത് ലംബമായി 23 ഡിഗ്രി ചരിവും ഭൂമിയുടെ ഭ്രമണപഥത്തില് ഭൂമിക്ക് 66 ഡിഗ്രി ചരിവുണ്ട്. ഈ 2 ഇൻക്ലിനേഷനെ ആണ്, അല്ലെങ്കിൽ ഈ 2 ചരിവിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നോക്കാം, നാലാമത്തെ ഫാക്ടർ, സീസൺസിനെ അഫക്ട് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടർ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ സൂര്യന്റെ അയനാന്തം എന്ന് വിളിക്കും. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ.
അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എങ്ങോട്ടും സഞ്ചരിക്കില്ല, സൂര്യൻ സ്റ്റാറ്റിക് ആയിട്ടാണ് നിൽക്കുക. പക്ഷെ സൂര്യരശ്മികൾ ഭൂമിയിൽ നമുക്കറിയാം, ഭൂമിയിൽ വ്യത്യസ്ത ലാറ്റിറ്റ്യൂഡുകളുണ്ട്. ഭൂമിക്ക് നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഭൂമിയിൽ വ്യത്യസ്ത ലാറ്റിറ്റ്യൂഡുകൾ, വ്യത്യസ്ത അക്ഷാംശ രേഖകളുണ്ട്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖയുണ്ട്. അപ്പൊ അതിനെ മലയാളത്തിൽ ഉത്തരായന രേഖ എന്ന് പറയും. സോ ട്രോപ്പിക്, അതിന് മുകളിലേക്ക് ഒരു ആർട്ടിക് സർക്കിൾ ഉണ്ട്, 66 ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ. ഏറ്റവും മുകളിലായിട്ട് 90 ഡിഗ്രി നോർത്ത് പോൾ അല്ലെങ്കിൽ ഉത്തരധ്രുവം. താഴേക്ക് വരികയാണെങ്കിൽ, ഇക്വേറ്റർ താഴേക്ക് വരികയാണെങ്കിൽ 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ. താഴേക്ക് വരികയാണെങ്കിൽ 66 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ. ഏറ്റവും താഴെ 90 ഡിഗ്രി സൗത്ത് പോൾ. ഇങ്ങനെ വ്യത്യസ്ത ലാറ്റിറ്റ്യൂഡുകൾ ഭൂമിയിൽ, പ്രധാനമായിട്ട് ഭൂമിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡുകൾ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് സർക്കിൾ, നോർത്ത് പോൾ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ ആൻഡ് സൗത്ത് പോൾ. നമുക്ക് ആ സൂര്യരശ്മികൾ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പതിക്കുന്നത് ഇക്വേറ്ററിലാണ് അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലാണ്. സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവൻ ഭൂമധ്യരേഖയ്ക്ക് ലംബമായി സൂര്യരശ്മികൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നോക്കാം, ചില കാലയളവിൽ, ഒരു വർഷം ചില കാലയളവുകളിൽ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും ഭൂമധ്യരേഖയിൽ നിന്നും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കും സഞ്ചരിക്കുന്നു. അതായത് ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടും സഞ്ചരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അല്ലെങ്കിൽ സൂര്യന്റെ അയനാന്തം എന്ന് വിളിക്കുന്നത്. അതായത് സൺറൈസ് ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടുവാർഡ്സ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ടുവാർഡ്സ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇറ്റ് ഈസ് നോൺ ആസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. സൂര്യരശ്മികൾ ദക്ഷിണായന രേഖയിലേക്കും ഉത്തരായന രേഖയിലേക്കും സഞ്ചരിക്കുന്നതിനെയാണ് സൂര്യന്റെ അയനാന്തം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ 4 ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സീസൺസ് ഫോം ചെയ്യാൻ അഫക്ട് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തത് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, രണ്ടാമത്തത് റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, മൂന്നാമത്തത് പാരലിസം ഓഫ് ദി എർത്ത് ആക്സിസ്, നാലാമത്തത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യനുകളാണ് പ്രധാനമായിട്ട് എക്സാമിന് ഈ ഭാഗത്ത് ചോദിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഫോർമേഷൻ ഓഫ് വേരിയസ് സീസൺസ് ഓൺ എർത്ത്. ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാവാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, 4 ഘടകങ്ങൾ: റെവല്യൂഷൻ, റൊട്ടേഷൻ, പാരലിസം ഓഫ് ദി എർത്ത് ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. പിന്നീട് ചോദിക്കുന്നത്, വാട്ട് ഡു മീൻ ബൈ പാരലിസം ഓഫ് ദി എർത്ത് ആക്സിസ്? എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ പാരലിസം ഓഫ് ദി എർത്ത് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ എർത്ത്. എർത്ത് ഹാസ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 23.5 degree from its vertical plane and 66.5 degree from its orbital plane. ഭൂമിക്ക് ലംബമായി 23 ഡിഗ്രി ചരിവും ഭൂമിക്ക് ഭ്രമണപഥത്തിൽ 66 ഡിഗ്രി ചരിവും ഉണ്ട്. ഇതിനെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരം എന്ന് വിളിക്കുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. എന്താണ് സൂര്യന്റെ അയനാന്തം വിശദമാക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതും വളരെ എളുപ്പമാണ്. എന്താണ്? Sunrise move towards അല്ലെങ്കിൽ sunrise shift towards tropic of Cancer and tropic of Capricorn. സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കും ഉത്തരായന രേഖയിലേക്കും സഞ്ചരിക്കുന്നു. ഇതിനെ സൂര്യന്റെ അയനാന്തം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് ഇത്രയും പറഞ്ഞ ഭാഗത്ത് 3 ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് വേരിയസ് സീസൺസ്, what do you mean by apparent movement of the sun, what do you mean by parallelism of the earth axis. അപ്പോൾ ഇനി നോക്കാം, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി പ്രധാനമായിട്ട് നോക്കാറുള്ളത് 2 ഫിനോമിനകളാണ്, പെരിഹീലിയൻ ആൻഡ് അബ്ഹീലിയൻ. നോക്കാം, പെരിഹീലിയൻ, മലയാളത്തില് പെരിഹീലിയനെ സൂര്യ സമീപകം എന്ന് വിളിക്കാം. അബ്ഹീലിയനെ മലയാളത്തിൽ സൂര്യോച്ചം എന്ന് വിളിക്കും. ഇത് വേറൊന്നുമില്ല, ഇത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന 2 അറ്റ്മോസ്ഫിയർ ഫിനോമിനകളെയാണ് നമ്മൾ അബ്ഹീലിയൻ, പെരിഹീലിയൻ എന്ന് വിളിക്കാം. സോ പെരിഹീലിയൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെരിഹീലിയൻ അനുഭവപ്പെടുന്നത് ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമേ പെരിഹീലിയൻ അനുഭവപ്പെടൂ. ആ ദിവസം ജാനുവരി 3-ാം തീയതി. ജനുവരി 3-നാണ് പെരിഹീലിയൻ അനുഭവപ്പെടുക. ജനുവരി 3-ാം തീയതിയാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറവ് ആയിട്ട് അനുഭവപ്പെടുക. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറവായിട്ട് ഒരു വർഷം കാണപ്പെടുന്നത് ജനുവരി 3-നാണ്. അതിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് വിളിക്കുക. അതായത് സൺ ആൻഡ് എർത്ത് ക്ലോസ് ടു ഈച്ച് അതർ. സൂര്യനും ഭൂമി ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ മലയാളത്തിന്റെ അർത്ഥം തന്നെ അതാണ്, സൂര്യ സമീപകം. സോ ജനുവരി 3-ന് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 147 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. സോ
പെരിഹീലിയൻ എന്ന് പറയുമ്പോൾ സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ദിവസം. വർഷത്തിൽ ഒരു ദിവസം മാത്രമേ പെരിഹീലിയൻ അനുഭവപ്പെടൂ. അത് ജനുവരി 3-നാണ്. ആ ദിവസം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 147 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. ഇത്തരം ഉള്ള പെരിഹീലിയൻ പഠിക്കാം. നമുക്ക് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അബ്ഹീലിയൻ. നമുക്ക് അബ്ഹീലിയൻ അല്ലെങ്കിൽ സൂര്യോച്ചം എന്ന് പറയും. അബ്ഹീലിയൻ എന്താണെന്ന് പറഞ്ഞാൽ നോക്കുക, അബ്ഹീലിയനും വർഷത്തിൽ ഒരിക്കൽ മാത്രം അനുഭവപ്പെടുന്നതാണ് അബ്ഹീലിയൻ. ജൂലൈ 4-നാണ് അബ്ഹീലിയൻ അനുഭവപ്പെടുക. ജൂലൈ 4. നമുക്ക് അബ്ഹീലിയൻ എന്താണ്? പെരിഹീലിയൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനും ഭൂമിയും അടുത്ത് വരുന്ന ദിവസം. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് അബ്ഹീലിയൻ. സൂര്യനും ഭൂമിയും ഏറ്റവും ദൂരെ കാണപ്പെടുന്ന ദിവസത്തെയാണ് നമ്മൾ അബ്ഹീലിയൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഫാർതസ്റ്റ്, ഏറ്റവും ദൂരം, അതായത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദിവസത്തെയാണ് നമ്മൾ അബ്ഹീലിയൻ അല്ലെങ്കിൽ സൂര്യോച്ചം എന്ന് പറയുന്നത്. അത് ജൂലൈ 4-നാണ്. ആ ദിവസം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 153 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 153 സ്ക്വയർ കിലോമീറ്റർ. എക്സാമിൽ ചോദിക്കും ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പെരിഹീലിയൻ ആൻഡ് അബ്ഹീലിയൻ, അല്ലെങ്കിൽ സൂര്യ സമീപവും സൂര്യോച്ചവും തമ്മിൽ താരതമ്യം ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ പെരിഹീലിയൻ എഴുതണം. ഒന്നാമത്തെ പോയിന്റ് എന്ത് എഴുതണം? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറഞ്ഞ കാണപ്പെടുന്ന ദിവസത്തെയാണ്, അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ടു ഈച്ച് അതർ ഉള്ള ഡേ നമ്മൾ പെരിഹീലിയൻ എന്ന് വിളിക്കും. വർഷത്തിൽ പെരിഹീലിയൻ ജാനുവരി 3-ന് മാത്രമേ അനുഭവപ്പെടൂ. ജാനുവരി 3-ന് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഈസ് 147 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. ഇനി അബ്ഹീലിയൻ എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദിവസത്തെയാണ് അബ്ഹീലിയൻ എന്ന് വിളിക്കുക. അബ്ഹീലിയൻ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ കാണപ്പെടൂ. അത് മറന്നു പോകരുത്, ജൂലൈ 4-നാണ്. അബ്ഹീലിയൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ജൂലൈ 4-ന് സൂര്യനും ഭൂമിയും തമ്മിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ബി 153 മില്യൺ സ്ക്വയർ കിലോമീറ്റർ, 153 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് മറന്നു പോകരുത് പെരിഹീലിയൻ അബ്ഹീലിയൻ. പെരിഹീലിയൻ മാത്രം പഠിച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് അബ്ഹീലിയൻ എഴുതാം. ഡേറ്റ് മാറി പോയിരുന്നാൽ മതി. പെരിഹീലിയൻ ജനുവരി 3-ഉം അബ്ഹീലിയൻ ജൂലൈ 4-ഉമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും 4 ക്വസ്റ്റ്യനുകളാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേരിയസ് സീസൺസ് ഓവർ ദ എർത്ത്? What do you mean by parallelism of the earth axis? What do you mean by apparent movement of the sun? And last നമ്മളിപ്പോൾ പറഞ്ഞ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പെരിഹീലിയൻ ആൻഡ് അബ്ഹീലിയൻ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനുകൾ ഈ 4 ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞ 3 ക്വസ്റ്റ്യനുകൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ്, എന്താണ് സൂര്യന്റെ അയനാന്തം, അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത, വാട്ട് ഡു യു മീൻ ബൈ പാരലിസം ഓഫ് ദ എർത്ത് ആക്സിസ്, അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 100% ഉറപ്പായിട്ടും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേരിയസ് സീസൺസ് ഓവർ ദ ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാവാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പഠിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഭാഗം പഠിച്ച് സംശയമൊന്നും വരില്ല, കാരണം ഈ 4 ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും അതിൻ്റെ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യും.